ഇക്കഴിഞ്ഞ അധ്യാപക ദിനത്തിലാണ് ഉച്ചഭക്ഷണ വിതരണത്തിനുള്ള സർക്കാർ ഫണ്ട് കിട്ടാത്തത് മൂലം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് തനിക്കെന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടത്. തുടർന്ന് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും വേണ്ട രീതിയിൽ കേന്ദ്ര സംസ്ഥാന വിഹിതം കിട്ടാത്തത് മൂലം കടത്തിലും പണയത്തിലുമായ പ്രധാനാധ്യാപകരുടെ നിരവധി വാർത്തകൾ പുറത്തുവന്നു. പല അധ്യാപകരുടെയും പേരിൽ അച്ചടക്ക നടപടികളുണ്ടായി. എന്നാൽ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ വിഹിത തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമപ്പുറം വാസ്തവം എന്താണ്? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് വിദ്യാഭ്യാസ മേഖല കടന്നു പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പോഷകാഹാരം കുട്ടിയുടെ അവകാശം എന്നത് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ മുദ്രാവാക്യമാണ്. പോഷകാഹാരം കുട്ടിയുടെ അവകാശമായിരിക്കുന്ന ഒരു നാട്ടിൽ, ഒരു സംസ്ഥാനത്ത് കുട്ടികൾക്കാവശ്യമായ പോഷകാഹാരം നൽകുന്നതിന് വേണ്ടി നിലവിലുള്ള തുക വർദ്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള പരിമിതമായ തുക പോലും ഗവൺമെൻറ് നൽകാതെ പ്രധാനാധ്യാപകരെയും അധ്യാപകരെയും കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പ്രധാനാധ്യാപകരുടെ ജോലി പോലും ഉച്ചഭക്ഷണ ഫണ്ടിൻ്റെ ലഭ്യത ഇല്ലാത്തതിൻ്റെ പേരിൽ വേണ്ട എന്ന് വെച്ചുപോയ അധ്യാപകർ കേരളത്തിലുണ്ട്. മേൽമുറി വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് നമ്മളെ മേൽമുറി എന്ന സ്ഥലം. പക്ഷേ അതിൽ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലത്തെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പല അധ്യാപകർ നമ്മളെ പേഴ്സണലായിട്ട് ബന്ധമുണ്ട്. അവരുടെ സങ്കടങ്ങൾ അവർ പറയുമ്പോഴേ അറിയാം. അതായത് ലോൺ എടുത്തിട്ടും ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇതൊക്കെ പണയം വെച്ചിട്ടും ആ രീതിയിലൊക്കെ അവർ ക്യാഷ് ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. അതായത് കുറച്ച് നമ്മളെ കുട്ടികൾ ഭൂരിപക്ഷം അധ്യാപകരെ കൂടെ ഉണ്ടാകുക. അപ്പോൾ അവർ ചുറ്റുവട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ അതിൻ്റെതായ രീതിയിൽ ഭക്ഷണം കൊടുക്കാനാണ് നിർത്തുന്നത്. 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് ഉച്ചഭക്ഷണവും പാൽമുട്ട തുടങ്ങി പോഷകാഹാരങ്ങൾക്ക് ഫണ്ട് നൽകേണ്ടത്. എന്നാൽ പല സ്കൂളുകളിലും കുറച്ച് മാസങ്ങളായി ഈ തുക ലഭിക്കുന്നില്ല. 2012 മുതലാണ് പോഷക സംബന്ധമായ ഭക്ഷണം എന്ന പേരിൽ ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തനത് പദ്ധതിയായിക്കൊണ്ട് ഉച്ചഭക്ഷണ പദ്ധതി വളരെ വിഭവസമൃദ്ധമായി ഭക്ഷണം കൊടുത്തു പോരുന്നത്. എന്നാൽ ആദ്യകാലങ്ങളിൽ അത് കുട്ടികൾക്ക് വളരെ നല്ല രൂപത്തിൽ നൽകാൻ പ്രധാനാധ്യാപകരായി ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അതിന് കാരണം സർക്കാർ അതിനാവശ്യമായ പണം വകയിരുത്തി മുൻകൂട്ടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്ന ഒരു പതിവായിരുന്നു 2-3 വർഷക്കാലം മുമ്പ് വരെ നടന്നിരുന്നത്. രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പൗരന്മാരുടെ ഏറ്റവും അടിസ്ഥാന ക്ഷേമ പദ്ധതിയാണ് കുട്ടികൾക്കുള്ള സ്കൂൾ ഉച്ചഭക്ഷണം. കേന്ദ്രത്തിൻ്റെ 60% വിഹിതം നൽകാത്തതാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കേരള സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നു. സംസ്ഥാന വിഹിതം നോഡൽ പബ്ലിക് അക്കൗണ്ടിലേക്ക് മാറ്റാത്തതുകൊണ്ടാണ് കേരളത്തിന് തുക അനുവദിക്കാൻ പറ്റാത്തതെന്ന് കേന്ദ്രവും. കേന്ദ്രഭാരം സ്കൂളുകൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാതെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുവാനും പണം മുൻകൂർ ലഭിക്കുന്നതിന് സർക്കാർ എടുക്കേണ്ട നടപടികൾ വ്യക്തമാക്കാനും ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. എന്നാൽ മുൻവർഷത്തെ ധനവിനിയോഗ പത്രം നൽകാത്തതാണ് കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനുള്ള കാരണമെന്ന കേന്ദ്രാരോപണം തെറ്റാണെന്നും ഇതിൻ്റെ കണക്കുകൾ 3 മാസങ്ങൾക്ക് മുന്നേ തന്നെ നൽകിയിരുന്നതായും ഏതുവിധേനയും ഉച്ചഭക്ഷണ പദ്ധതിയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞു. പരസ്പരം പൈചാരിയാലോ സാങ്കേതികതകൾ പറഞ്ഞാലോ കുട്ടികളുടെ വയറ് നിറയില്ല. അംഗനവാടി മുതൽ തുടർന്നങ്ങോട്ടുള്ള കുട്ടികൾക്ക് കാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന ഉച്ചഭക്ഷണത്തിലെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം. ശരാശരി ഒരു മാസം ഏകദേശം 2000-3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. പ്രൈമറി സ്കൂളുകൾ മാത്രമല്ല, 3000-2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം വരിക. ഒരു അധ്യാപകന് കിട്ടുന്ന, പ്രധാനാധ്യാപകന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി തുക അവിടെ ഉച്ചഭക്ഷണത്തിന് നൽകണം. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ബാങ്ക് ലോൺ എടുക്കണം. അധ്യാപികമാരാണെങ്കിൽ വള, സ്വർണം പണയം വെച്ചിട്ട് എടുത്തവരുണ്ട്, ആധാരം പണയം വെച്ച് എടുത്തവരുണ്ട്, നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയവരുണ്ട്, കടക്കാരിൽ നിന്ന് കടം പറഞ്ഞവരുണ്ട്. അങ്ങനെയല്ലാതെ ഒരിക്കലും ലക്ഷക്കണക്കിന് രൂപ അധ്യാപകർ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മാത്രമല്ല, ഇത് നിർത്തിവെക്കുന്നത് കുട്ടികളോട് ചെയ്യുന്ന വലിയ ഒരു പാപമായതുകൊണ്ട് അധ്യാപകർക്ക് കുട്ടികളോടുള്ള കടമ നിർവഹിക്കേണ്ടതുകൊണ്ട് ഇത് നിർത്തിവെക്കാനും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. 2016 മുതലുള്ള അനുവദിക്കുന്ന തുകയാണ് 7 വർഷം കാലം പിന്നിട്ടിട്ടും ഇപ്പോഴും അനുവദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പണം
തികയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഈ തുക പോലും നൽകാതെ നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ്. എന്തു തന്നെയായാലും പാവപ്പെട്ട കുട്ടികളുടെ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ വളരെ നല്ല രൂപത്തിൽ പോയിരുന്ന ഈ പദ്ധതി പ്രധാനാധ്യാപകരെ സമ്മർദ്ദത്തിൽപ്പെടുത്താതെ, അവരെ സാമ്പത്തിക പ്രയാസത്തിൽ വരുത്താതെ, അതല്ലെങ്കിൽ അവർക്ക് ഏറെ ശ്രദ്ധിക്കേണ്ട പഠനത്തിൽ, കുട്ടികളുടെ അക്കാദമിക രംഗങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട സമയത്ത് നമ്മുടെ കൂടുതൽ സമയം ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, മുൻ വർഷങ്ങളിൽ ചെയ്ത പോലെ മുൻകൂറായി ഫണ്ട് അനുവദിച്ച് ആവശ്യമായ തുക അഡ്വാൻസായി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലയളവിലേക്ക് ആ പ്രസ്തുത കാലയളവിൽ നൽകിയതുപോലെ തുക അനുവദിക്കുകയും അതിന് കാലോചിതമായ പരിഷ്കാരം ഇതിന് വരുത്തുകയും വേണം എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് ആവശ്യമായ പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയെന്നതിനപ്പുറം അതിനുള്ള ഫണ്ട് കണ്ടെത്തുകയെന്നത് പ്രധാനാധ്യാപകർക്ക് അമിത ഭാരമാകും. കുട്ടികളുടെ പഠനത്തിലും സ്വഭാവ രൂപീകരണത്തിലടക്കം പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയമില്ലാതാവും. നമ്മുടെ സുഹൃത്ത് ബന്ധവും മറ്റും പ്രയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു മാസത്തേക്കോ 1.5 മാസത്തേക്കോ ഒക്കെ കടം നൽകാൻ ചിലർ തയ്യാറാകും. എന്നാൽ 1, 2, 3, 4, 5 വിദ്യാലയങ്ങളിലേക്ക് കടം നൽകുമ്പോൾ അവർ പ്രയാസപ്പെടുമെന്നുള്ളത് കൊണ്ട് കടം നൽകാൻ ഇന്ന് പലരും വിസമ്മതിക്കുന്നു. അതിനുള്ള കാരണം ഇത് എന്ന് നൽകാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. 2016 എനിക്ക് തോന്നുന്നത് 3 രൂപയുടെ 3.25 രൂപയുടെ താഴെയായിരുന്നത് ഇന്ന് 5.80 6 രൂപയാണ് കോഴിമുട്ടയ്ക്ക് കൊടുക്കും. പക്ഷേ ഇപ്പോഴും അതേ സംഖ്യയാണ്. അതുപോലെ തന്നെ പാലിന് ഇന്ന് 1 ലിറ്ററിന് 56 രൂപ കൊടുക്കണം. അന്ന് പാലിന് എനിക്ക് തോന്നുന്ന ഒരു 40 രൂപയ്ക്ക് ഉള്ളിലായിരുന്നു പാലിന് എന്നുള്ളത്. അപ്പോൾ ഏകദേശം വലിയ വർധന, ഒരു 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ വർധന വന്നിട്ടും ഒരു ഇരട്ടിയിലധികം വർധന വന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എന്നാൽ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ഗ്യാസ് പോലത്തെ കാര്യങ്ങളിൽ ഇരട്ടിയല്ല, അത് ഒരുപാട് മടങ്ങ് വർദ്ധിച്ചു. ഗ്യാസിൻ്റെയും ധാന്യ പച്ചക്കറി പാചകക്കൂലിയിലടക്കം വൻ വർധനവ് എന്ന സാഹചര്യത്തിൽ 2016 വിലവിവര പട്ടിക അടിസ്ഥാനമാക്കിയിട്ടുള്ള പാക്കേജ് പുനഃപരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിസന്ധി മറികടക്കാൻ താൽക്കാലിക ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും അനിശ്ചിതത്വമില്ലാത്ത ദീർഘസംവിധാനവും ഉറപ്പും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണം. അധ്യാപകർ പറയുന്നു, കുട്ടികളെയും അവരുടെ പ്രധാനാധ്യാപകരെയും പട്ടിണിക്കിടരുത്.